അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നൗഷാദ് നെട്ടിച്ചുണ്ട്. ഓരോരുത്തർ വീഡിയോ ഉണ്ട്, ഫോട്ടോ ഉണ്ട്, ഓഡിയോ ഉണ്ട്. നമ്മളാണെങ്കിൽ അവനോട് വിടുകയെന്ന് പറഞ്ഞിട്ട് വിടണമില്ല. വല്ലാത്തൊരു സാധനം. ഇതൊന്നും വിട്ട് കിട്ടണ്ടേ? ഇതിങ്ങനെ ഉണ്ട് എന്ന് പറയാറ്. ഇത് എന്ന് തുടങ്ങിയ ഒരു വർഷം 4 മാസം മുമ്പ് 2025 ഫെബ്രുവരിയിൽ 23 നെട്ടിച്ചതാ. ഇതുവരെ വിട്ടിട്ടില്ല. ഇപ്പതാ പിന്നെ ഈ ജൂൺ 30 വന്നുകൊണ്ട് പറയുന്നത് ഉണ്ട്. ഇതൊന്ന് വിട്ട് ചങ്ങായിയെ. ഇവിടെ എൻ്റെ കോമാടൻ ചങ്ങായി രാമന്തളിൻ്റെ അടുത്ത് 50,000 റുപ്യ കൊടുത്ത് ചാനലിൽ പോയി കണ്ട് എന്തൊക്കെയാ തെന്നിപ്പ് കാട്ടിപ്പങ്ങൾ. എന്നിട്ട് ഇവിടെ എന്തെങ്കിലും സംഭവിച്ചോ? എന്നിട്ട് അയപ്പച്ച് പറഞ്ഞ വീഡിയോ ഉണ്ട് പറഞ്ഞ് വരുന്നേ. ഒന്ന് പൊയ്ക്കാവിടുന്ന്. ഓൻ ആദ്യം പറഞ്ഞ വീഡിയോ നോക്കാണേ. ഇതൊന്നും ഞങ്ങളായിട്ടിടൂല. നിങ്ങൾ ഓരോ പ്രഭാഷകരെയും യൂട്യൂബർമാരെയും അണികളെയും നിലക്ക് നിർത്തിയേക്ക്. അണികളെ നിലക്ക് നിർത്തിയാൽ നിങ്ങൾക്ക് നല്ലതാണ്. അണികളെ കയറൂരി വിട്ടാൽ ഞങ്ങൾക്ക് സമ്മതത്തിന്റെ കുറവേ ഉള്ളൂ. സമ്മതം കിട്ടിയാൽ ഓരോന്നോരോന്ന് കൊണ്ടുവരും. അത് വെറും വരവും പോക്കും മാത്രമാവുകയില്ല. ചിലർ വിചാരിക്കണ്ട ഞങ്ങൾക്കൊന്നും ഉണ്ടാവില്ല. പേരോട് മൊയിലാരും ഹക്കീം മൊയിലാരും ഒക്കെ അവരുടെ ഇടപാടുകളും കഥകളും ഞങ്ങളെ കയ്യിലുള്ള വീഡിയോകളും ഓഡിയോ ഇത് ഞങ്ങൾ പുറത്തു കൊണ്ടുവന്നാൽ അത് നിങ്ങളെ സംഘടനക്ക് താങ്ങാവുന്നതിലപ്പുറമായിരിക്കും. ഇതോ കൊണ്ടുവരും. അണികളെ അടക്കി നിർത്താനാ പറയുന്നത്. ഇജ് കൊണ്ടരേന്നാ പറയണത്. ആണാണെയോ പുറത്തേക്ക് വിടേ. ഇജ്ജിത് പുറത്തേക്ക് വിടൂല. അങ്ങനെ ഇത് ചങ്ങായി 1 കൊല്ലം 4 മാസം മുമ്പ് പറഞ്ഞതാ. ഇപ്പൊ വീണ്ടും ജൂൺ 30 വന്നിട്ട് പറയാ എൻ്റെ അടുത്ത് അതുണ്ട് ഇതുണ്ട് വീടും. ആരെയും നെട്ടിച്ചിട്ടത്? ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ ജത്ത വിടുന്നത് മീനങ്ങാടി സുലൈമാൻ്റെ അടുത്ത് പോയ വീഡിയോ. എടാ ചങ്ങായെ, അന അന്തങ്കമ്മിയൊന്നും വിളിച്ചാനും കൂടിയും പറ്റൂല. ചെറിയ എ പി ഉസ്താവ് പോയത് ഇപ്പോൾ വിടും പറഞ്ഞിട്ട് ഞങ്ങൾ തന്നെ വിട്ടില്ലേ. ഷവ്വാൽ 1.5 ഷവ്വാൽ എന്ന് പറഞ്ഞിട്ട് റമദാൻ്റെ മുമ്പ് തന്നെ കൊട്ടുകര സാദി ഉസ്താദിനെ വിട്ടു. അന്ന് എൻ്റെ കോലം സൈക്കിളിൽ നിന്ന് വീണ് ഇടിച്ചിങ്ങനെ നടന്നു. അപ്പോൾ അതിന് കണ്ടെങ്കിൽ ഇപ്പം തന്നെയാണ് വിടേ. എ പി ഉസ്താവും ചെറിയ പി ഉസ്താവും പോയത് വിട്ടിട്ട് ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇനിയിപ്പോൾ ഈ പേരോട് ഉസ്താവും ഹക്കീം അസരി ഉസ്താവും പോയി എന്ന് പറഞ്ഞാണ്ട് വിടുന്നത്. ഇതുണ്ടെങ്കിൽ വിടേ. ഇനിയിപ്പോൾ 30 വന്നുകൊണ്ടാവും വെല്ലുവിളിക്കുകയാണേ. അതേ വെല്ലുവിളി തന്നെ. നല്ല നിലക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പോകാം. ഇനി നമുക്കെതിരില്ല. ഈ നാറിയ പണിയിൽ നിന്ന് അണികളെ മാറ്റി നിർത്തിയില്ലെങ്കിൽ വിഡ്ഢിത്തങ്ങൾ പറയുന്ന അവസ്ഥയിൽ ഈ ബിസിനസ്സുമാനും നിയൽവാദിയും നിയന്ത്രിച്ച് ആളുകളെ ഇളക്കിവിട്ട് സോഷ്യൽ മീഡിയയിൽ മശായിഖന്മാർക്കെതിരെ കുതിര കയറുകയാണെങ്കിൽ ഞങ്ങൾ എടുത്തു വച്ച ചില ക്ലിപ്പുകൾ ഞങ്ങൾക്ക് വിടേണ്ടി വരും. ഞാൻ ആമുഖം പറയുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നതിലപ്പുറമായിരിക്കും. അതിലൊന്ന്, ആരൊക്കെയാണ് ആ ഹദറത്തിൽ വന്നത് നിങ്ങൾക്ക് വല്ല പിടുത്തുണ്ടോ? നിങ്ങൾക്ക് ബേപ്പൂര് ഖാദി വന്നപ്പോ മൂപ്പരും വന്നോ? ആരൊക്കെയാണ് ആ ഹദറത്തിൽ വന്നത് നിങ്ങൾക്ക് പിടുത്തുണ്ടോ? എടാ എന്താണ് എന്നെ വിളിച്ച? എ പി ഉസ്താവും ചെറിയ പി ഉസ്താവും വന്നത് കണ്ടില്ലേ? എന്നിട്ട് ഇവിടെ എന്തെങ്കിലും പറഞ്ഞോ? ഒളിച്ചോ എവിടെ ആരെങ്കിലും? എന്നിട്ട് അപ്പം ഇജ്ജ് ഉണ്ട് കാരണം ഇജ്ജ് വിട്ടോ നൗഷാദെ, വിട്ടോ. ഇജ്ജ് വിടേ, അതൊന്നും ഞങ്ങൾക്ക് കാണാനാണ്. എന്നിട്ട് ഇപ്പം അതുണ്ട് ഇതുണ്ട് കാരണം ഇങ്ങനെ നടക്കാന്നല്ലാതെ വിടണില്ല. എവിടുന്നാ ചങ്ങായിച്ചൊക്കെ വന്നത്? ഇനിയിപ്പോൾ ഇജിങ്ങനെ ഉണ്ട് എന്ന് പറയണ്ടെങ്കിൽ ഇജിപ്പോൾ വയലത്തൂർ ഞങ്ങളപ്പാക്ക് വിളിച്ചൊരു ഫോൺ കോൾ ഇജ് വിട്ടീനു. അത് അസീസ് അക്കാഫി വാളക്കുളസ്താദ് അത് പൊളിച്ചടക്കിയിട്ടുണ്ട്. അതുപോലെ എന്തെങ്കിലും തെന്നിപ്പ് കാട്ടിയായിട്ട് കൃത്രിമമായിട്ട് വീഡിയോ ഉണ്ടാക്കിയിട്ടാണ് നൗഷാദേജ് വരുന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ കുട്ടികൾ പുറത്തുകൊണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടി. ആ ഉടായ്പേറ്റ് വരാൻ നിൽക്കണ്ട. ഉണ്ടെങ്കിൽ വിട്. ഉടായ്പ ഉണ്ടാക്കി വന്നാൽ അതുപോലെ തിരിച്ചു കിട്ടും. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ടി. അതിന് പറ്റിയ കുട്ടികളെ ബടിയുണ്ടായി. ആരെയും നെട്ടിച്ചു കുറെ കാലം ഇങ്ങനെ ഉണ്ട് ഉണ്ടെങ്കിൽ വിടേ. പിന്നെ കുഞ്ഞായ്മ ചോദിച്ചാൽ തന്നെ പന്നോട് ഞങ്ങൾക്കും ചോദിക്കാല്. ആണായി പിറന്നവനാണെങ്കിൽ, ഹലാലിൽ പിറന്നവനാണെങ്കിൽ, കുടുംബത്തിൽ പിറന്നവനാണെങ്കിൽ, തന്റെ ഇടമുള്ളവനാണെങ്കിൽ ആ തെളിവാചറാക്കൂ. അതെ, ഇജാണാണെങ്കിൽ കുടുംബത്തിൽ പിറന്നവനാണെങ്കിൽ ആ തെളിവ് ഹാജരാക്കാനാ കുഞ്ഞായ്മ പറയണേ. ആ ഒക്കെ ഉണ്ടെങ്കിൽ കൊണ്ടടാ വീഡിയോ. ആരെയും പേടിച്ചണ്ട. ആൺകുട്ടിയാണ് ഈ കൊണ്ടുവരേ. നമുക്കൊന്ന് കാണാലോ എൻ്റെ ഒരു വീഡിയോ, ഓഡിയോ, ഫോട്ടോ. എത്ര കൊല്ലം പറയാൻ തുടങ്ങിയിട്ട്. എന്തായാലും മീനങ്ങാടി സുലൈമാൻ വലിയല്ല എന്ന് EK ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായ എനിക്ക്?